ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡ് ടു റയൽ മാഡ്രിഡ്, ഹിയർ വി ഗോ. ആ ഒരു ന്യൂസ് എന്തായാലും പുറത്തു വന്നത് ദ വേൾഡ് മോസ്റ്റ് ട്രസ്റ്റബിൾ ഫുട്ബോൾ ജേർണലിസ്റ്റ്, എല്ലാവർക്കും വിശ്വസ്തമായിട്ടുള്ള ഒരു ഇറ്റാലിയൻ ഫുട്ബോൾ ജേർണലിസ്റ്റ് ആയിട്ടുള്ള ഫെബ്രിസിയോ റൊമാനിയോ തന്നെ കൺഫേം ചെയ്തു ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡ് ടു റയൽ മാഡ്രിഡ് എന്നുള്ളത്. അദ്ദേഹം ലിവർപൂളിൽ നിന്നും ഫ്രീ ഏജന്റ് ആയിട്ടാണ് റയൽ മാഡ്രിഡിലോട്ട് ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ പോകുന്നത്. ഇനി ഈ ഒരു സീസണിൽ റയൽ മാഡ്രിഡ് എന്തായാലും കുറേ താരങ്ങളെ കൊണ്ടുവരും എന്നുള്ളത് ഓൾമോസ്റ്റ് കൺഫേം ആണ്. മൊത്തത്തിലൊരു അഴിച്ചുപണി ടീമിൽ നടത്തും എന്നുള്ളത് കൺഫേം ആണ്. കാരണം ഈ ഒരു സീസണിൽ 2024-25 സീസണിൽ ഒരു മേജർ ട്രോഫികളും റയൽ മാഡ്രിഡ് ഇതുവരെ നേടിയിട്ടില്ല. കൊപ്പ ഡി എസ്പാനിയ 5-2 എന്നുള്ള സ്കോറിന് ബാഴ്സലോണയായിട്ട് പരാജയപ്പെട്ട് ആ ഒരു കപ്പ് മിസ്സായി. കൊപ്പ ഡെൽ റേ 3-2 എന്നുള്ള സ്കോറിന് പരാജയപ്പെട്ട് ബാഴ്സലോണയായിട്ട് ആ ഒരു കപ്പ് മിസ്സായി. ഇപ്പോൾ ലാലിഗയിൽ സെക്കൻഡാണ്, ഫസ്റ്റുള്ളത് ബാഴ്സലോണയാണ് 79 പോയിന്റോട് കൂടി ബാഴ്സലോണ ഫസ്റ്റിലും, സെക്കൻഡ് റയൽ മാഡ്രിഡ് 75 പോയിന്റോട് കൂടി റയൽ മാഡ്രിഡ് ആണ് സെക്കൻഡ് ആയിട്ടുള്ളത്. ഇനി അടുത്ത എൽ ക്ലാസിക്കോ വിജയിക്കും വേണം. ബാഴ്സലോണ ഏതെങ്കിലും ഒരു ടീമിനോട് സമനില ആയാൽ മാത്രമേ റയൽ മാഡ്രിഡ് ഈ ഒരു സീസണിൽ ചാമ്പ്യൻസ് ആവാൻ സാധ്യതയുള്ളൂ. ബട്ട് അതിനും പ്രോബബിലിറ്റി വളരെ കുറവാണ്. കാരണം ബാഴ്സലോണ വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീമാണ് ഈ ഒരു സീസണിൽ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ മേജർ ട്രോഫികളൊന്നും ഇല്ലാത്തൊരു സീസൺ ആയിരിക്കും, വളരെ നാണം കെട്ടൊരു സീസൺ ആയിരിക്കും റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം. യുഎഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ നിന്നും 5-1 ഒരു വലിയൊരു അഗ്രിഗേറ്റ് സ്കോറിന് ആഴ്സണലിനോടും പരാജയപ്പെട്ട് ചാമ്പ്യൻസ് ലീഗിൽ നിന്നും പുറത്തായി. അതും ഒരു നാണക്കേടായി. അങ്ങനെ മൊത്തത്തിലൊരു നാണം കെട്ട സീസണാണ് റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സീസൺ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ മൊത്തത്തിലൊരു അഴിച്ചുപണി നടക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അതിൻ്റെ ഒരു തുടക്കമായിട്ട് ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡ് റയൽ മാഡ്രിഡിലോട്ട് വന്നു. ഇനി ചിലപ്പോൾ റയൽ മാഡ്രിഡിൻ്റെ മൊത്തത്തിലൊരു ഡിഫൻസിൽ ചിലപ്പോൾ ഒരു മാറ്റം വരുത്താൻ ചാൻസ് ഉണ്ട്. കാരണം അവരുടെ ഒരു മെയിൻ ഡിഫൻസിനെ ഈ ഒരു സീസണിൽ അവർക്ക് ഇറക്കാനേ പറ്റിയിട്ടില്ല. ലെഫ്റ്റ് ബാക്ക് ആയിട്ടുള്ള മെൻഡി ഇഞ്ചുറി ആയിട്ട് പുറത്താണ്. മെയിൻ സെൻറ്റർ ബാക്ക് എദർ മിലിറ്റാവോ ഇഞ്ചുറി ആയിട്ട് പുറത്താണ്. മെയിൻ സെൻറ്റർ ബാക്ക് റൂഡിഗർ അദ്ദേഹവും ഇഞ്ചുറി ആയിട്ട് പുറത്താണ്. റൈറ്റ് ബാക്ക് ആയിട്ടുള്ള ഡാനി കാർവഹാൾ അദ്ദേഹത്തിന് ആ ഒരു നീ ഇഞ്ചുറി ആയിട്ട് 1 ഇയറോളം അദ്ദേഹം പുറത്താണ്. അങ്ങനെ മൊത്തത്തിൽ അവർ മെയിൻ ലൈൻ ഡിഫൻസിന് ഈ ഒരു സീസണിൽ ഇറക്കാനേ പറ്റിയിട്ടില്ല. ലുക്കാസ് വാസ്കസ് പുറത്തു പോകാൻ ഈ സീസണിൽ ചാൻസ് ഉണ്ട്. ലുക്ക മോഡ്രിച്ച് പുറത്തു പോകാൻ നല്ല ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ നെച്ചുമാനി പുറത്തു പോകാൻ നല്ലപോലെ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ റോഡ്രിഗോ ചിലപ്പോൾ ഈ ഒരു സീസണിൽ ഈ ഒരു ക്ലബ്ബ് റയൽ മാഡ്രിഡ് ക്ലബ്ബ് വിട്ടേക്കും എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അതിനും നല്ലപോലെ ചാൻസ് ഉണ്ട് റോഡ്രിഗോ ചിലപ്പോൾ പുറത്തു പോകാൻ. അങ്ങനെ കുറച്ച് താരങ്ങളൊക്കെ പുറത്തു പോയിട്ട് കുറച്ച് പേര് കേട്ട താരങ്ങളെ അല്ലെങ്കിൽ കുറച്ച് യങ് ടാലൻസിനെ കൊണ്ടുവന്ന് ടീം ഫില്ല് ചെയ്യാനായിരിക്കും റയൽ മാഡ്രിഡ് ഈ ഒരു അടുത്ത സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ശ്രമിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം ആരൊക്കെയായിരിക്കും ഈ ഒരു സീസണിൽ വരാൻ പോകുന്നത്. കാർലോ ആൻസലോട്ടിയും റയൽ മാഡ്രിഡും എന്തായാലും ഈ ഒരു സീസണോട് കൂടി കൈ കൊടുത്ത് പിരിയും എന്നുള്ളത് ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട്. സാബി അലൻസോ ആയിരിക്കും റിപ്പോർട്ടുകൾ മീഡിയകളിൽ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് സാബി അലൻസോ ആയിരിക്കും അടുത്ത സീസണിൽ കോച്ചായിട്ട് വരിക. അദ്ദേഹത്തിൻ്റെ ടാക്ടിക്സിനനുസരിച്ച് ഏതൊക്കെ പ്ലേയേഴ്സിനാണോ വേണ്ടത് ആ ഒരു പ്ലേയേഴ്സിനെ ആയിരിക്കും ടീമിലോട്ട് എടുക്കുക. നമുക്ക് നോക്കാം ആരൊക്കെയായിരിക്കും അടുത്ത സീസണിൽ വന്ന് റയൽ മാഡ്രിഡ് അടുത്ത സീസണിൽ ഒരു പുതിയ ടീമായിട്ട് തിരിച്ചു വരും ഇല്ലെന്നൊക്കെ നമുക്ക് നോക്കാം. സോ താങ്ക് യു സോ മച്ച്.